സാർ ആദ്യമേ ചോദിക്കട്ടെ, മഴയൊക്കെ എങ്ങനെയുണ്ട്? മഴയൊക്കെ അടിപൊളിയല്ലേ. മഴ ഇപ്പൊ ഇടവപ്പാതി ഒന്നും അല്ലല്ലോ, ഇടിപ്പാതി എന്ന് പറയും. ഇടിയുണ്ട്, വീട്ടിൽ കറണ്ടൊക്കെ ഉണ്ടോ? കാറ്റ് കറണ്ടൊക്കെ ഉണ്ടോ? ഇപ്പൊ വീട്ടിലല്ല, ഹോട്ടലിലായതുകൊണ്ട് എനിക്ക് കിട്ടുന്നുണ്ട് കറണ്ട്. അവിടെ ജനറേറ്റർ ഉള്ളതുകൊണ്ട് വീട്ടിലെ സ്ഥിതി ചോദിക്കാൻ ധൈര്യമില്ല, കറണ്ട് പോയി കാണും. എന്തായാലും കാര്യത്തിലേക്ക് കിടക്കാം. കുണ്ടറ താലൂക്ക് ആശുപത്രിയില് പവർ സപ്ലൈ ഇല്ല. അപ്പം ഡെലിവറിക്ക് വേണ്ടിയിട്ട് വന്ന ഒരു, ഇപ്പം വാർത്തകളിലൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. ഡെലിവറിക്ക് വേണ്ടി വന്നപ്പോൾ അവർ ഇഞ്ചക്ഷനൊക്കെ കൊടുത്തു. അപ്പം ഡോക്ടർ പറഞ്ഞു പവർ സപ്ലൈ ഇല്ല, ഡെലിവറി നടക്കില്ല, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണം എന്നുള്ള രീതിയിലൊക്കെ വന്നു. അപ്പം ജനറേറ്റർ ഇല്ലേന്ന് ചോദിച്ചപ്പോൾ ജനറേറ്റർ ഉണ്ട്, പക്ഷെ മണ്ണെണ്ണ വാങ്ങിക്കാൻ കാശില്ല. അപ്പം ഞാനിത് പറഞ്ഞു വന്നത്, എന്തായാലും ഞാനിത് എന്നിട്ട് അവിടുത്തെ രോഗികളെല്ലാം കൂടെ പറഞ്ഞു ഞങ്ങൾ പിരിച്ചെടുത്ത് മണ്ണെണ്ണ വാങ്ങിച്ചാലോ, മണ്ണെണ്ണ വാങ്ങിത്തരാം, ആശുപത്രി പ്രവർത്തനങ്ങളൊക്കെ നടക്കട്ടെ. എന്ത് തന്നെയായാലും ഇപ്പൊ പറഞ്ഞു വന്നത്, ഇത്രയും ആരോഗ്യ മേഖലയിൽ ഏറ്റവും ലോകോത്തര നിലവാരം നിൽക്കുന്ന 4ാം വാർഷികത്തിൽ അവരുടെ പ്രധാനപ്പെട്ട പരസ്യം അതായിരുന്നു. ആരോഗ്യ മേഖലയിൽ ലോകോത്തര നിലവാരത്തിലാണ് നമ്മളുടെ കേരളം നിൽക്കുന്നത്, നമ്മുടെ സംസ്ഥാനം നിൽക്കുന്നത് എന്ന്. റോഡിന്റെ കാര്യം പോയി, അത് കുഴിയിലായി. അടുത്തത് ആരോഗ്യ മേഖലയാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ ആരോഗ്യ മേഖലയിലെ ഒരു ഹോസ്പിറ്റലിന്റെ അവസ്ഥയാണ് ഇപ്പോൾ പറഞ്ഞത്. പിന്നെ ഇലക്ട്രിസിറ്റിയുടെ കാര്യം, അത് ഈ പറഞ്ഞതുപോലെ കേരളം അങ്ങ് വികസനത്തിന്റെ അങ്ങേയറ്റത്തെ പാതയിൽ എന്ന് പറഞ്ഞാൽ ഒരു മഴ വന്നു തുടങ്ങിയതേ ഉള്ളൂ. സിറ്റിയിലൊന്നും, ഇനിയും ആ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉണ്ടോ എന്ന് കണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ കാര്യം എനിക്കറിയില്ല. സിറ്റിയിലൊക്കെ എങ്ങനെ വരും, കറണ്ട് ഒന്ന് വന്ന് കാണിക്കും, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടേ എന്ന് വന്ന് കാണിക്കും. ഒരു 10 മിനിറ്റ് കഴിയും, കറണ്ട് പവർ ഓഫ് ആവും, വീണ്ടും വരും, പവർ ഓഫ് ആവും. മാത്രമല്ല എല്ലാ ലൈനുകളിലും മരങ്ങളെല്ലാം വന്ന് വീണ് ആകെ നാശമായി ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ സംസ്ഥാനത്തിൽ അറിയാം ജൂൺ മാസം അല്ലെ മെയ് പകുതിയോടുകൂടിയൊക്കെ മഴ തുടങ്ങും. അപ്പം അതിന് മുന്നേ ചെയ്യേണ്ടുന്ന ചില ക്രമീകരണങ്ങളുണ്ട്. ഈ പറഞ്ഞതുപോലെ കാറ്റും മഴയൊക്കെ ഉണ്ടാവും, നമ്മുടെ പ്രകൃതി ദുരന്തമൊക്കെ ഉണ്ടാവുന്ന സന്ദർഭമാണ്. അപ്പം അതിന് വേണ്ടുന്ന പ്രിക്കോഷൻസ് ഒന്നും ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും എടുത്തിട്ടില്ല, പവർ സപ്ലൈയുടെ കാര്യത്തിലില്ല. ഈ പറഞ്ഞ ആരോഗ്യ മേഖലയിൽ കറണ്ട് ഇല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കില്ല എന്നുള്ള തരത്തിലൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ കേരളം എത്രമാത്രം അവരെ 4ാം വാർഷികം ആഘോഷിച്ചിരിക്കുകയാണ്, അവരുടെ വികസനം എത്രമാത്രമാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു കാലികമായിട്ടുള്ള ചോദ്യമാണ് ഈ കാലവർഷക്കാലത്ത്. നമ്മളിപ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് പോകുന്ന കുണ്ടറയിലെ കുട്ടിയുടെ ജീവിതത്തിലേക്കാണ്. കുട്ടി ജനിക്കാൻ വേണ്ടി, പിറക്കാൻ വേണ്ടി കൊതിക്കുന്ന ഒരു കുഞ്ഞിന് വെളിച്ചം നൽകാൻ പോലും നമ്മൾ പറയുന്നു വീട്ടിൽ പ്രസവിക്കാൻ അനുവദിക്കരുത്, ആശുപത്രിയിൽ വെളിച്ചം എവിടെയെന്ന് ചോദിക്കുകയാണ് ആ കുട്ടി. തൻ്റെ ഗർഭപാത്രത്തിൽ കിടന്നുകൊണ്ട് ചോദിക്കുകയാണ്. ആ തടവറയിലെ, കംസന്റെ തടവറയിലെ വാസുദേവൻ്റെയും അതുപോലെ തന്നെ ദേവകിയുടെയും കുട്ടിയായിട്ട് സാക്ഷാൽ ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലും ഇതിനേക്കാൾ എത്ര സുഖകരമായിട്ടാണ് ആ പ്രസവം നടന്നത്. അതിന് പ്രസവിക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ, ഭൗതിക സാഹചര്യം ഒരുക്കാൻ പോലും അതൊന്നും വേണ്ട, കുറച്ച് വെളിച്ചം. അതിപ്പോൾ മണ്ണെണ്ണ വിളക്കൻ്റെ വെളിച്ചത്തിൽ നടത്താൻ പറ്റില്ലല്ലോ. ഒരു ജനറേറ്റർ ഇല്ലാത്തതിൻ്റെ നമ്മുടെ ആരോഗ്യ മേഖല നമ്പർ 1 എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ജനറേറ്റർ വേണ്ടി വരില്ലേ? ചെറിയ ജനറേറ്റർ മതി, വലിയ വിലയുള്ള ജനറേറ്റർ വേണ്ട. അത്യാവശ്യ സൗകര്യം പോലുമില്ല. എൻ്റെ രഞ്ജനി, ഇതിലെനിക്കൊരു അത്ഭുതവും തോന്നില്ല. ഞാൻ ചിങ്ങവനത്ത് വെച്ച് വലിയൊരു അപകടത്തിൽ, വർഷങ്ങൾക്ക് മുമ്പാണ്, ഇപ്പോഴെങ്ങുമല്ല, മേജറായിട്ടൊരു അപകടം, വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എൻ്റെ തെറ്റുകൊണ്ടാണ്, കണ്ണും നടഞ്ഞു പോയി. വണ്ടി വിശ്വസ്തനായ വണ്ടി എന്നെ വിട്ടുപിരിഞ്ഞില്ല. സീറ്റ് ബെൽറ്റ് ഇട്ടതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. എൻ്റെ തലയ്ക്ക് പോലും ശരീരത്തിൽ ഒരു പരിക്കും ഏറ്റില്ല, പക്ഷേ കുറച്ച് സ്ക്രാച്ചസ് ഉണ്ടായി. അങ്ങനെ വണ്ടി 3 മലക്കം പറഞ്ഞിട്ട് തിരിഞ്ഞു വീണു. നാട്ടുകാരെല്ലാം തീർന്നു മുഴുവനുള്ളപ്പോൾ. കലങ്ങി ഈ കാച്ചിയ പപ്പടം പൊടിയുന്ന പോലെ പൊടിഞ്ഞ് തകർപ്പണമായി വീട്ടിൽ. അപ്പോൾ കുടുംബവും ഉണ്ട്. ഞങ്ങളെല്ലാം കൂടി അടുത്ത ആശുപത്രി, ഗവൺമെൻറ് ആശുപത്രി പോകണമല്ലോ. അപ്പോൾ എന്ന് വിചാരിച്ച് അടുത്ത ആശുപത്രി എവിടെ ഉണ്ട്, ഒരാൾ തന്നെ സ്വമേധയാ അയാളുടെ കാറിൽ കയറ്റി ഞങ്ങളെ കൊണ്ടുപോയി വെള്ളമൊക്കെ വാങ്ങിച്ചു. നല്ല മനുഷ്യർ, കോട്ടയം ചെന്നുമലത്താണ്. അവിടെ ആശുപത്രി ചെന്നു, അവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ ഈ സ്ക്രാച്ചിലൊന്ന് പുരട്ടാൻ വേണ്ടിയിട്ട് ഒരു പഞ്ഞിയില്ല അവിടെ. മരുന്നില്ല, അത് പോട്ടെ, പഞ്ഞി വെച്ച് ഈ രക്തം ഒന്ന് തുടച്ച് കളയാം. കാരണം പൊടിയും അഴുക്കും കയറിയിരുന്ന് അത് ഇൻഫെക്ഷൻ ആവാതിരിക്കും. അവിടെ ഇല്ല. അധിക കാലത്തിന് മുമ്പൊന്നും നടന്നതല്ല. അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മുടെ സർക്കാർ ആശുപത്രിയുടെ അവസ്ഥ. നമ്പർ 1 ആക്കി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് ആക്കി കഴിഞ്ഞാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് 2 തവണ തീപിടുത്തമുണ്ടായത്, പുകയുണ്ടായത്, തീയും പുകയും. ആ പുക വന്നപ്പോൾ ആ ബ്ലോക്കിൽ ആരെയും കയറ്റരുതെന്ന് പറഞ്ഞു രോഗികൾ. 2ാമത്തെ പുക വരുന്നതിന് മുമ്പ് അവിടെ ആളുകളുണ്ടായിരുന്നു. ആ രീതിയിലാണ് വികസനവും അതിൻ്റെ കോർഡിനേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുണ്ടറയിലെ ഈ വാർത്ത പ്രാദേശികമാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും
നമ്മുടെ രാജ്യത്തെ തന്നെ, കേരളത്തിലെ മാത്രമല്ല, പാവപ്പെട്ടവരുടെ എല്ലാം തുറച്ചു നോക്കുന്ന ഒരു ചോദ്യം. നമുക്ക് മുന്നിൽ ഇതൊരു നിസ്സാരമായിട്ടുള്ള പ്രശ്നം. പ്രസവിക്കാൻ തുടങ്ങുന്ന ഒരു സ്ത്രീ, അവളുടെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്ന അവൾക്കുണ്ടാകുന്നു. ആ കുട്ടിയുടെ സിസ്റ്റർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ പാവങ്ങള് ഇതേപോലുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കുക, ആരോഗ്യ മേഖലയിൽ നിങ്ങൾ ഏറ്റവും വികസിച്ച് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വിശ്വാസ്യതയോടുകൂടി, ആ ഡോക്ടറോടുള്ള വിശ്വാസ്യത കൊണ്ടാണ് അവിടെ വന്നത്. വിശ്വാസ്യതയോടുകൂടി ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ വിദേശയിലൊക്കെ പോകുന്ന മന്ത്രിമാർക്ക് ഈ ഒരു അവസ്ഥ മനസ്സിലാവണം എന്നില്ല. അതെ, വിദേശങ്ങളിലാണല്ലോ ചെറിയ അസുഖം വന്നാൽ ഉടനെ അമേരിക്കയുടെ ചികിത്സ, സർക്കാർ ചെലവിലുള്ള ചികിത്സയ്ക്ക്. അങ്ങനെയാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രി പോലും മാതൃക കാണിച്ചിട്ടുള്ളത്. ഈ അച്യുതാനന്ദനും അങ്ങനെ ആയിരുന്നു. കുറച്ചുകൂടി ജനകീയനായ അച്യുതാനന്ദൻ ലണ്ടനിലാണ് പോയത്. അദ്ദേഹത്തിനോട് ചോദിച്ചു, എന്തുകൊണ്ട് ലണ്ടനിൽ പോയി ചോദിച്ചു. എനിക്ക് അവിടുത്തെ മെഡിക്കൽ കോളേജിൽ പോയിട്ട് എൻ്റെ ജീവൻ കളയാൻ മനസ്സില്ല, അദ്ദേഹം ഭരിക്കുന്ന സമയത്ത്. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ പാവങ്ങളുടെ കാര്യം എന്ത് ചെയ്യും? നിങ്ങൾ പാവങ്ങളുടെ ഗവൺമെൻറ്റാണ്, നിങ്ങളെ അവിടെ ഇരുത്തിയിരിക്കുന്നത് ഈ പാവങ്ങളുടെ കാര്യം നോക്കാൻ. നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നത് പാവങ്ങളുടെ കാര്യമാണ്. അവരുടെ ഉത്തരവാദിത്തം നിങ്ങളുടെ കയ്യിലാണ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ പാവങ്ങളുടെ പാർട്ടിയാണ്. ജനങ്ങൾ നിങ്ങളെ അധികാരത്തിലെത്തിയത്, വോട്ട് ചെയ്തത് നിങ്ങൾ പാവങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയാണെന്ന് കരുതിയാണ്. സമത്വം എന്ന് പറഞ്ഞാണ് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം. ഒരിക്കലും വരാൻ പോകുന്നില്ലെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. പക്ഷേ അവരുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തണ്ടേ? പ്രസവിക്കാൻ പോകുന്ന സ്ത്രീക്ക് ഇത്തിരി വെളിച്ചം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയേണ്ടതല്ലേ? അതിനൊരു പരിഹാരം നിങ്ങളുടെ ജനകീയ കമ്മിറ്റികളൊക്കെ ഉണ്ടല്ലോ, ആശുപത്രി വികസന സമിതിയൊക്കെ പറഞ്ഞിട്ട് അവരിൽ നിന്നൊരു പരിഹാരം ഉണ്ടാവേണ്ടതല്ലേ? നിങ്ങൾ ഭരിക്കുന്നതാണല്ലോ ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളും. അവർക്ക് വിചാരിച്ചാൽ അവിടെ ഒരു ജനറേറ്റർ വാങ്ങിച്ചു കൊടുക്കാനാണോ പ്രയാസം? നാഴികയ്ക്ക് 40 വട്ടം കൊല്ലം നഗരസഭ അല്ലെങ്കിൽ പഞ്ചായത്ത് എന്ന് പറഞ്ഞ് എത്ര വണ്ടികളാണ്, കാറുകളാണ്, എത്ര പെട്രോളാണ് കത്തിച്ച് കളഞ്ഞ് ഇന്ന് തലസ്ഥാന നഗരിയിൽ വരുന്നത്. അവിടെ വന്ന് വലിയ ഹോട്ടലുകളിൽ ആർഭാടമായിട്ട് താമസിക്കുന്നത്. ഈ കത്തിച്ച് കളയുന്ന പണത്തിൻ്റെ ഒരു നമ്മൾ എല്ലാം ഡിജിറ്റൽ ഏജിലാണെന്നാണല്ലോ പറയുന്നത്. ഒരു യാത്ര ഒഴിവാക്കിയാൽ എത്രയും ഗതാഗതം കൂടെ കുറയും, ഉരുക്കൊഴിവ്. അപ്പോൾ ആ ഒരു പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു ജനറേറ്റർ പ്രാദേശികമായിട്ട്, കുണ്ട്ര എന്ന് പറയുന്ന പ്രാദേശികമായിട്ടുള്ള ഒരു പ്രദേശമാണ്, കൊല്ലത്തിന് കീഴിൽ വരുന്ന കുണ്ട്ര പഞ്ചായത്താണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കോ അറിയില്ലത്. പക്ഷേ ആ കുണ്ട്രയിൽ ഒരു ജനറേറ്റർ ആ ആശുപത്രിക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുക്കും. മേഴ്സിക്കുട്ടിയമ്മയൊക്കെ MLA ആയിരുന്ന, മന്ത്രിയായിരുന്ന സ്ഥലമല്ലേ അത്? അങ്ങനൊരു സ്ഥലത്ത് അങ്ങനൊരു ഭൗതിക സാഹചര്യം വേണ്ടേ? എല്ലാ ഹോസ്പിറ്റലും ജനറേറ്റർ മാത്രമേ, ഇൻവെർട്ടർ സംവിധാനങ്ങളൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതെ, അപ്പൊ താലൂക്ക് ആശുപത്രി അത്യാവശ്യ പ്രസവം അത് ഇതൊക്കെ എടുക്കുന്ന ഹോസ്പിറ്റൽ തന്നെയാണ് താലൂക്ക് ആശുപത്രികൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടൊക്കെ ഇങ്ങനെയുള്ള ബേസിക് സംഗതികൾ പോലും ഇല്ല എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് നമ്മുടെ ആരോഗ്യ മേഖലയുടെ പോക്ക്? ബേസിക് കമ്മ്യൂണിറ്റീസ് പഞ്ഞി പോലും ഇല്ലെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അതിൽ നിന്ന് നമ്മൾ മുന്നോട്ടൊട്ടും പോയില്ലെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ പ്രസവത്തിൻ്റെ കാര്യം എന്തായിത്തീർന്നു? ആ കുട്ടി അമ്മയും കുഞ്ഞും സുഖമായിരിക്കട്ടെ, ആ പ്രസവം എടുക്കാൻ വേണ്ടിയിട്ട് ഇത് കാണാതെ ഇരുട്ടത്തോടൊപ്പം ഒരു മഴ വന്നു കഴിഞ്ഞാൽ തീരുന്ന സംവിധാനമാണോ നമ്മുടെ കേരളത്തിലുള്ള? കറണ്ട്, പവർ കട്ട്, പവർ സപ്ലൈ, പ്രധാന സിറ്റി ഏരിയകളിൽ പോലും പവർ സപ്ലൈ. നമ്മൾ ഈ ഇരിക്കുന്ന തലസ്ഥാന നഗരിയിൽ ഇന്നലെ മെനങ്ങാനും ഒക്കെ ആയിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേന് പവർ സപ്ലൈ രാവിലെ പോവുകയാണ്. ഇടവിട്ട് മാത്രം ഒന്ന് വന്ന് കണ്ട് പോകുന്ന പവർ മാത്രമേ ഉള്ളൂ. ഇന്നലെ എൻ്റെ വീട്ടിൽ തന്നെ രാത്രി 12 മണിയായി വന്നപ്പോൾ വിളിച്ചു ചോദിച്ചു, വലിയ വന്നു, പലർക്കും വന്നിട്ടില്ല. വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞ മരം വീണ് അത് മുറിച്ചു മാറ്റിക്കൊണ്ടേ. അപ്പൊ ഇതൊക്കെ അറിയാലോ, കാലവർഷം വരുന്നതാണ്. ഇവര് ഈ നമ്മുടെയൊക്കെ കറണ്ട് ബില്ല് നമുക്കൊക്കെ നിൽക്കാൻ പറ്റാത്ത രീതിയിലാണ് വരുന്നത്. പ്രത്യേകിച്ച് സിറ്റി ഏരിയയിലൊക്കെ ഒരു സാധാരണ ഒരു കുടുംബത്തിന് 2000 രൂപ 1500 മിനിമം ഫ്യൂസ് ഊരിക്കൊണ്ട് പോകും. ഒരു ദിവസം പോലും വൈകാൻ പാടില്ല. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ വേണ്ടുന്ന രീതിയിൽ ഈ ടാക്സ്, റോഡിന് ടാക്സ് കൊടുക്കുന്നുണ്ട്, ഓരോന്നിനും നികുതി കൊടുക്കുന്നുണ്ട്, കറണ്ട് ബില്ല് കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട്. ഈ കറണ്ട് ബില്ലൊക്കെ കൃത്യമായിട്ട് അടയ്ക്കുമ്പോൾ മഴ സമയത്തും പഠിക്കുന്ന കുട്ടികളുണ്ട്, കുഞ്ഞു കുട്ടികളുള്ള രോഗികളായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള നമ്മൾ കൊടുക്കുന്ന കൂലിക്ക് തിരിച്ചുള്ള ജോലി കൃത്യമായിട്ട്, അല്ലെങ്കിൽ തിരിച്ചുള്ള അവർ തരേണ്ടുന്ന ചില കാര്യങ്ങൾ അവർ തരുന്നില്ല. അവരുടെ ഡ്യൂട്ടി അവർ കൃത്യമായിട്ട് വിനിയോഗിക്കുന്നു. ഇപ്പൊ മഴ സമയമാകുമ്പോൾ എല്ലാ മരങ്ങളും വീടുകളിലൊക്കെ ഉള്ള ഈ ലൈനിലൂടെ പോയിരിക്കുന്ന മരങ്ങൾ വെട്ടണമെന്നുള്ളത് അറിയാമല്ലോ. അത് വെട്ടാതെ അവിടെ ഇവിടെ മരം വീണു, അങ്ങനെ വീണു, മഴയാണ്, പവർ പോയി, ഇത് പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കാതെ എത്രയോ പേര് പഠിക്കുന്ന കുട്ടികളുണ്ട്, രോഗികളായിട്ടുള്ള ഹോസ്പിറ്റലുകളുണ്ട്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹോസ്പിറ്റലിൽ ഈ പറഞ്ഞ ഇൻവെർട്ടർ സൗകര്യം, ജനറേറ്റർ സൗകര്യം വേണം, അതില്ല. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ കേരളത്തിന് 4ാം വാർഷികം ആഘോഷിച്ച പിണറായി സർക്കാരിന് മൊത്തത്തിൽ ഒരു
നാണക്കേട് തന്നെയാണ്. എന്താണെന്ന് അറിഞ്ഞൂടാ, അവർക്ക് മൊത്തത്തിൽ ഒരു കണ്ടകശനിയാണ്. പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് പെട്ടെന്ന് ഓടിച്ചു പോകാൻ സമയം കഴിഞ്ഞിരിക്കുന്നു. അതായത് മിക്കവാറും ആ കുണ്ടറയിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു ആംബുലൻസിൻ്റെ സഹായത്തോടെ അമ്മയും കുഞ്ഞും കൊല്ലത്തേക്ക് പോയി എന്നും കൊല്ലത്ത് ജംഗിലും ജനറേറ്ററും വിളിച്ചു ഉണ്ടായിരുന്നു എന്നും നമുക്ക് പ്രാർത്ഥിക്കുക ഈശ്വരനോട്. അതിൻ്റെ ഫോളോ അപ്പ് വന്നിട്ടില്ല. ഇനി പിന്നെ പറഞ്ഞ കാര്യം, നമ്മുടെ നാട്ടിലെ മരങ്ങൾ ഒക്കെ വീഴുന്നതും ഒക്കെ കാലാവസ്ഥ തകിടം മറിഞ്ഞിരിക്കുകയാണ്. കലങ്ങി മറിഞ്ഞ കാലാവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഒരു ഇടവപ്പാതി ഇങ്ങനെ ആയിരുന്നില്ല. കാറ്റുണ്ടോ ഇടവപ്പാതിക്ക്? ഇടിയുണ്ടോ? ഇതുപോലെ ഈ അതിഭയങ്കരമായ കാറ്റിൽ നഗരത്തിൽ പലയിടത്തും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് മരങ്ങൾ മറിഞ്ഞു, റോഡിലേക്ക് വീണു. പലതും ആ കെട്ടിടങ്ങളിലേക്കും വീണു. ഇതിൽ റോഡിലേക്ക് വീഴുന്നത് നമുക്ക് ഒഴിവാക്കാമായിരുന്നു. റോഡിൻ്റെ തീരത്ത് നിന്ന് ഇങ്ങനെ മറിയാൻ സാധ്യതയുള്ള മരങ്ങൾ നേരത്തെ വെട്ടിമാറ്റാമായിരുന്നു. അതിൻ്റെ കൊമ്പുകൾ കോതി വയ്ക്കാമായിരുന്നു, ശാഖകൾ കോതാമായിരുന്നു. പക്ഷെ ഒരു വിദഗ്ധനല്ലാത്ത ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാളെന്നോട് ഇന്ന് രാവിലെ പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ പങ്കുവെച്ചോട്ടെ. തമിഴ്നാട്ടിലെ കാറ്റ് ഇതിനേക്കാളും ഉണ്ട്, പക്ഷെ ഒറ്റ മരം പോലും വീഴുന്നില്ല. എന്ന് വെച്ചാൽ അവർ നട്ടുവെച്ചിരിക്കുന്നത് റോഡോരത്ത് പുളിയും അതിൻ്റെ വർഗത്തിൽപ്പെട്ട മരങ്ങളുമാണ്. ഒരു കമ്പയിൽ പിടിച്ചാലും പുളിങ്കമ്പയിൽ പിടിക്കണമെന്നാണല്ലോ. ആ പുളിങ്കമ്പ് ഒരിക്കലും ഒടിയില്ല, നല്ല ബലമായിട്ട് മണ്ണിൽ ചേർന്ന് നിൽക്കും. നമ്മളിവിടെ വെച്ചിരിക്കുന്നത് ഒരു കാറ്റടിച്ചാൽ അതിൻ്റെ കൊമ്പ് മുറിഞ്ഞു പോകുന്നതും പിഴുതു മറിയുന്നതുമായിട്ടുള്ള വൃക്ഷങ്ങളാണ്. അതിനടിയിൽ നമ്മൾ ഒരുപാട് സിമെൻറ്റ് പണികളും നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ മരങ്ങളിങ്ങനെ വീണ് ഈ അമ്മയ്ക്കും കുഞ്ഞിനും ഒരിറ്റ് വെളിച്ചം കൊടുക്കാൻ പോലും ഉള്ള ഒരു ഭൗതിക സാഹചര്യം ഇല്ലാത്തത്. പരിസ്ഥിതി നാശം, ആ പരിസ്ഥിതി നാശം വന്നിരിക്കുന്നതാകട്ടെ നമ്മുടെ ആഡംബര ഭ്രമം കൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ്. പരിസ്ഥിതിയുടെ എല്ലാ നിയമങ്ങളും നമ്മൾ ലംഘിച്ചുകൊണ്ട് ആർഭാടവും ആഡംബരവും കാണിക്കാൻ വേണ്ടി നമ്മൾ കാണിക്കുന്ന ആ ഒരു ആവേശം കൊണ്ടുമാണ്.